പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിതീഷ് തൊളത്തുവേൽ. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട തോമസ് കുട്ടി തോട്ടത്തിൽ അവരുടെ സ്ഥലത്താണ് ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി രണ്ടാം വർഷത്തിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് ഇന്ന് കർഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മികച്ച റിസൾട്ടോട് കൂടിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ പ്രോഡക്റ്റുകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പുറകിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ കവുങ്ങിന്റെ പച്ചപ്പും അതുപോലെ തന്നെ അതിന്റെ കൊലകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ഒരു വർഷം ആരംഭിച്ചതേ ഉള്ളൂ. ഒരു വർഷമായിട്ടാണ് നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടാം വർഷത്തിലേക്ക് ഇത് വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും കർഷകരുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, 25 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 25-ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഏകദേശം ഓർഗാനിക് സസ്യത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കൃഷിയിലേക്ക് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 100% കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ട് ഉപയോഗിക്കുക. അത് നമ്മൾ നിർദ്ദേശിക്കുന്ന അളവിലും നിർദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ റിസൾട്ട് ലഭിക്കുന്നതുമാണ്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ കർഷകരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയെ പറഞ്ഞു 25% മുതൽ 40% വരെ ചെലവ് കുറച്ച് 25% മുതൽ 50% വരെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. അതുപോലെ കൈകളിൽ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്തിട്ട് വരാം. ചാക്ക് കണക്കിന് വളത്തിന്റെ ആവശ്യമില്ല. നമുക്ക് കെട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ലേബർ കൂലി നമുക്ക് കുറക്കാം. തടം തുറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മണ്ണിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്ന സംവിധാനം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പ്രിയപ്പെട്ട തോമസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്താണെന്നും അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉള്ളത് പി കെ ജോസ് സാറാണ്. ജോസ് സാറിനെ സുപരിചിതനാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ജോസ് സാറിനെ കാണുന്നുണ്ട്. ജോസ് സാർ 4ാമത്തെ വർഷം, 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇരിട്ടി മേഖലയിൽ 200-ലധികം കർഷകരിലേക്ക് ഇത് എത്തിക്കുകയും അതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് നൽകുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അതോടൊപ്പം നമ്മുടെ തോമസ് കുട്ടി സാറിന്റെ ആ ഒരു അഭിപ്രായം, ആ ഒരു അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സാറേ, കർഷകരിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച്. കാരണം പല ആശങ്കകളുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം കിട്ടുമോ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം കിട്ടൂലയോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത? കാരണം നിരവധിയായിട്ടുള്ള വളങ്ങളാണ് മാർക്കറ്റിലൂടെ കർഷകരിലേക്ക് എത്തുന്നത്. പക്ഷെ നല്ലതിനെ ചൂസ് ചെയ്യുക, നല്ലതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്കും ഏറ്റവും നല്ലത് കിട്ടുക. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ടെക്നോളജിക്കൽ യുഗത്തിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടും. സാറിന്റെ ഒരു അനുഭവത്തിൽ ഇത് 1 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് നമുക്ക് മാറ്റങ്ങൾ കിട്ടിയത്? എന്താണ് ഇതിന്റെ ഗുണങ്ങൾ? ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ കൂലി ലാഭം അതുപോലുള്ള സാധനങ്ങൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് കർഷകരിലേക്ക് ഒന്ന് അനുഭവം പങ്കുവെക്കാണ് സാർ? ഞാൻ ഇത് ആദ്യമായി ഉപയോഗിക്കുന്നത് കവുങ്ങിനാണ്. ഏകദേശം 4 വർഷം മാത്രം പ്രായമായ കവുങ്ങുകളാണ് എൻ്റെ പിന്നെ ശരി കാണുന്നത്. തോട്ടത്തിലുള്ളൂ 500ഓളം കവുങ്ങുകളുണ്ട്. ഞാൻ കഴിഞ്ഞ മുമ്പ് ചാണകവും മറ്റ് പച്ചിലവളങ്ങളും മാത്രമേ ചേർക്കാൻ, രാസവളം ഉപയോഗിക്കൽ തീരെ കുറവായിരുന്നു. ഇത് തികച്ചും ഓർഗാനിക് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്നെ ഈ വളം പരിചയപ്പെടുത്തിയത് തന്നെ എൻ്റെ ഒരു കസിൻ കൂടിയായ ജോസേട്ടനാണ്. അദ്ദേഹം ഇത് പരിചയപ്പെടുത്തി ഇതിന് ഉപകാരപ്രദം, പുള്ളി ഉപയോഗിച്ച് ഉപകാരപ്രദമാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കാൻ തയ്യാറായത്. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ കവുങ്ങിന് വളരെ വലിയ മാറ്റം, എടുത്തു പറയേണ്ട മാറ്റം തന്നെയുണ്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ കവുങ്ങിന്റെ തടി നിറം മാറി, ഇലയ്ക്ക് കൊഴുപ്പുണ്ട്. കവുങ്ങിന് ശക്തമായൊരു വളർച്ച നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ രാസവളം ഇതിനേക്കാൾ സ്പീഡില് വളരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തെങ്ങിനും ഞാൻ ഉപയോഗിച്ചിരുന്നു. തെങ്ങിനും അതേപോലെ തന്നെ മെച്ചമായിട്ട് തന്നെ കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ തേങ്ങയ്ക്ക് ഇതേപോലെ വില ഉയർച്ച വരുന്നപ്പോൾ മറ്റ് രാസവളമോ മറ്റു വളങ്ങളോ ഒക്കെ ഉപയോഗിച്ച് തെങ്ങിനെ പുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞ പ്രയാസമാണ്. കാലതാമസം എടുക്കും. എനിക്ക് കിട്ടിയ കവുങ്ങിൽ കണ്ട അനുഭവം, ഞാൻ തെങ്ങിന് കഴിഞ്ഞ വർഷം ഒഴിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തേങ്ങയുടെ വില വർദ്ധന സാധാരണ രീതിയിൽ പണിയെടുത്ത ഒരു 4 വർഷമെങ്കിലും പിടിക്കും ഇപ്പം വരഞ്ഞിരിക്കുന്ന തെങ്ങുകളൊക്കെ ഒന്ന് തേങ്ങയായി വരണമെങ്കിൽ. എനിക്ക് തോന്നുന്നു നെറ്റ്സർഫിന്റെ വളം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയൊന്നും കാലതാമസം ഇല്ലാതെ തന്നെ തൊട്ട സമീപസ്ഥ ഭാവിയിൽ തന്നെ നമ്മുടെ തെങ്ങിൽ തേങ്ങ അയക്കാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വില വർദ്ധനവ് സാധാരണ കർഷകന് ഉപകരിക്കും എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
എന്നാലും തെറ്റില്ല, മുടക്കുന്ന പൈസക്കുള്ള മുതലുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഈ നസ്രഫിന്റെ വളങ്ങളെ പറ്റി പറയാനുള്ളത്. തികച്ചും ഓർഗാനിക് ആയതുകൊണ്ട് ഒഴിക്കുന്നതിന് സംശയമോ പേടിയൊന്നും ആവശ്യമില്ല. രാസവളം ഇട്ട് മണ്ണ് നശിക്കും. മണ്ണിനെ പറ്റിയും കാർഷിക മേഖലയെ പറ്റിയൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ പോലും ഒരു വിഭാഗം ആളുകൾ ഇന്നും മണ്ണിനെ സ്നേഹിക്കുകയും കൃഷിയെ സ്നേഹിക്കുകയും ചെയ്യുന്നത്. ആ ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാണെന്ന് എനിക്ക് പറയാനുള്ളത്. സാധാരണ എല്ലാവർക്കും ഉപകരിക്കണമെന്നില്ല. കൃഷിയിൽ നിന്ന് എല്ലാവരും പിന്മാറുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നിലവിലുള്ള അവസ്ഥയിൽ കൃഷി കുറച്ചു കാലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. സ്ഥിതി ഉപേക്ഷിക്കുന്നതില്ല, ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു സാർ ഇപ്പൊ സൂചിപ്പിച്ചൊരു കാര്യം തന്നെ ഞാൻ എടുത്തു പറയാം. കാരണം നമ്മൾ കൃഷിയിൽ നിന്ന് ആൾക്കാർ പിന്നോക്കം പോകുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഭാരിച്ച കൂലിച്ചെലവ് അല്ലെ? കൂലിച്ചെലവ്. കാരണം ഇത് തുറക്കാനും അതിൽ വളമിടാനും ചാക്കണക്കിന് വളങ്ങൾ എടുക്കാനുള്ള ഒരു കൂലിച്ചെലവ്, അതോടൊപ്പം തന്നെ കൂലിക്കാരെ കിട്ടാത്തൊരവസ്ഥ, പണിക്കാളില്ല. അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് ഇത് ഏതൊരു ആൾക്കും ഒരു ചാക്ക് ചാണക വളം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമ്മളെ മേഘത്താവും, അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിൽ മാത്രം 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളാണ് ഈ ഒരൊറ്റ കുപ്പിയിൽ. അപ്പൊ ഇതെടുത്തിട്ട് ഇനി ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തോട്ടത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക് എടുക്കുന്നതിന് ബദൽ ഇതൊന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് പ്രായഭേദമന്യേ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത്രയ്ക്കും യൂസർ ഫ്രണ്ട്ലി ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. ചെലവ് കുറക്കാൻ വേണ്ടി സാധിക്കും. സാറിന് തന്നെ ഇപ്പൊ ഒരു ഡ്രം വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് പോകാൻ അതിനെ തടം തുറക്കേണ്ട ആവശ്യമില്ല. കടം തുറക്കാതെ ജസ്റ്റ് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മണ്ണിൽ ബാക്ടീരിയ സ്പ്രെഡ് ആവും. അവിടെ മണ്ണിരകളുടെ സാന്നിധ്യം വർദ്ധിക്കും. അവിടെ മണ്ണിന്റെ മൂലകങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ഈൽഡിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ പുറകിലുള്ള അദ്ദേഹത്തിന്റെ തോട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കർഷകരെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തോട്ടം അദ്ദേഹത്തിന്റെയാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു പച്ചപ്പ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊലകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ ആ ഒരു സന്തോഷം നമ്മളിലേക്കും വരിക എന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് കർഷകരോട് പറയാനുള്ളത്. നമ്മുടെ കാർഷിക മേഖലയിൽ സന്തോഷം ഉളവാക്കുന്ന അല്ലെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഈ അടക്കയുടെ കാഠിന്യം വർദ്ധിക്കും, അടക്കയുടെ നമ്മുടെ ഉൾക്കാമ്പ് വർദ്ധിക്കും, തേങ്ങയുടെ ഉൾക്കാമ്പ് വർദ്ധിക്കും. സാറിന് മണ്ടരിയുടെ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ടരി ഉണ്ടോ? മണ്ടരി ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം നിലവിൽ കുറവാ. മണ്ടരി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ അതിൽ പോലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കർഷകർ സൂചിപ്പിക്കുന്നു. പത്രിക അതുപോലെ റബ്ബറിന് ഉപയോഗിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം റബ്ബറിന് പാല് വർധനമുണ്ട്. DRC-യിൽ മാറ്റം വരുന്നില്ല. DRC-യിലും മാറ്റം. പട്ടമരപ്പിൽ മാറ്റങ്ങൾ എന്തെങ്കിലും? പട്ടമരപ്പ് പൊതുവിൽ കുറവാണ്. ഈ ഭാഗത്ത് ഞാൻ വളരെ അകലം വിട്ടിട്ടാണ് വെട്ടുന്നത്, അതുകൊണ്ട് പട്ടമരപ്പിനെ പറ്റി ആശങ്കയില്ല. അപ്പൊ RPS-ന്റെ പ്രസിഡന്റ് കൂടിയാണ് അല്ലെ? അപ്പൊ അത്രയ്ക്കും ഗുണനിലവാരത്തിലാണ് ഈ ഒരു ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കൂടുതൽ മെച്ചപ്പെട്ട കാർഷിക മേഖലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഏത് പ്രായക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ അത് നിർമ്മിച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ ഇട്ട് തരുന്നുണ്ട്. പക്ഷെ കർഷകരോടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാറിന് അല്ലെ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ. അകലൊന്നും അഭിപ്രായം പറ്റുന്ന കാര്യമല്ല, ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവും. പകുതി രാസവളവും പകുതി ഇതും ഉപയോഗിച്ചാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഒരു ഭാഗത്ത് നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുക, ഒരു ഭാഗത്ത് രാസവളോ അല്ലെങ്കിൽ മറ്റു വളങ്ങൾ യൂസ് ചെയ്യുക. എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ജോസേട്ടൻ പറയും നിങ്ങൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, മുഴുവനായിട്ട് യൂസ് ചെയ്തു എന്ന് പറയും. കാരണം ജോസേട്ടൻ 4 വർഷമായിട്ട് നമ്മുടെ വളങ്ങൾ മാത്രമേ യൂസ് ചെയ്തത്. 4ാമത്തെ വർഷം. ഇതേ ഇപ്പൊ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും ഗുണനിലവാരത്തിലാണ് ഈ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഉദാത്തമായ തെളിവുകളുമായിട്ടാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. GST ബില്ലോടുകൂടി എവിടെയും നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ കൊടുക്കാൻ വേണ്ടി പറ്റും. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ സമിതി നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. അപ്പോ പല ആൾക്കാർക്ക് സംശയമുണ്ട് ഇത് കൃഷി വകുപ്പൊന്നും ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് കൃഷി വകുപ്പിന്റെ അംഗീകാരത്തോടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച പ്രോഡക്റ്റ് ആണ്. ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. ഇന്റർനാഷണലി അംഗീകൃതം ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് ഇത്. പ്രത്യേകിച്ച് വേറൊറ്റ കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കർഷകർ ഇന്ന് കുമ്മായി ഇടുന്നവരാണ് സർ. കാരണം പാരമ്പര്യമായി നമ്മൾ കിട്ടിയ അറിവിനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, കുമ്മായം എന്ന് പറയുന്നത് രാസപദാർത്ഥമാണ്.
കുമ്മായത്തിലൂടെ നമ്മുടെ മണ്ണിരകളും നമ്മുടെ സൂക്ഷ്മാണുകളും ഒക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതൊന്നുമില്ലാതെ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാത്രം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മണ്ണിന്റെ pH ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോ കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അത് മണ്ണിൽ ചൂട് ഉൽപ്പാദിപ്പിക്കും, അത് മണ്ണിരകൾ നശിപ്പിക്കും, സൂക്ഷ്മാണുക്കൾ നശിപ്പിക്കും എന്നുള്ളത് ശാസ്ത്രീയമായി ഞാൻ തെളിയിച്ച ഒരാളാണ്. ചിരട്ടയിൽ കുറച്ച് കുമ്മായം ഇട്ട് മണ്ണിട്ട് മണ്ണിരയിട്ടപ്പോൾ അത് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നശിപ്പിച്ചു പോയി. അപ്പോ അത്രയും ഇതിൽ നമുക്ക് കുമ്മായം ഉപയോഗിക്കണം എന്നത് കക്കപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. കക്ക പൊടിച്ചത്, ഇത് കക്ക നീറ്റിയതാണ് കുമ്മായം. കക്ക പൊടിച്ചത് നമ്മളെ പച്ചരി പൊടിക്കുന്നതിൽ പൊടിച്ചതാണ് കക്ക പൊടി എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കാൽസ്യം കാർബണേറ്റ് ആണ്, പച്ചപ്പിനെയൊക്കെ നമുക്ക് കൂടുതൽ സ്വാധീനിക്കും. അപ്പോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് 1 മാസം 2 മാസം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ അതിന്റെ തിളക്കം വരും, ഇലക്ക് ഒരു തിളക്കം കരുത്ത് വരും. അതുപോലെ നമ്മുടെ പച്ചപ്പ് ചെറിയ ജ്യൂസ് കൊണ്ടുവരും. കൊടിയെല്ലാം ആർത്ത് കയറുന്നുണ്ട്. സാറിപ്പോ ഉപയോഗിച്ചത് റബ്ബർ, കവുങ്ങ്, കൊടിയെ 4 എത്ര കാര്യമായിട്ട് ഉപയോഗിച്ചത്? കാര്യമായിട്ട് 4 ഉപയോഗിച്ചത്. അപ്പൊ പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് മുന്നേറുക. കാർഷിക മേഖല വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒട്ടും സംശയം കൂടാതെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. എങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തുകയുള്ളൂ. സാറിനോടുള്ള ഒരു നന്ദി എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഉപയോഗിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലേ. നമുക്ക് മാത്രം അഭിവൃദ്ധി നേടണം എന്ന് പറയുന്ന ഒരു ലോകമാണ്. പക്ഷെ സാറിനത് ഗുണം കിട്ടി, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു വലിയ മനസ്സിന്റെ ഒരു കയ്യടിയാണ്, ഒരു നന്ദിയോടെ കൂപ്പുകയാണ്. അതോടൊപ്പം നമ്മുടെ കൂടിയിലെ ജോസാറാണ് ഇവിടെ ഈ പ്രൊഡക്റ്റ് എത്തിച്ചത്. എന്തായാലും ജോസാറിന് ഒരുപാട് സംസാരിക്കാനുണ്ടാവും, കാരണം അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് പ്രിയപ്പെട്ട തോമസ് കുട്ടി സാർ. അപ്പൊ ജോസാറെ ഒരു വാക്ക് സംസാരിച്ചുകൊണ്ടാകും അവസാനം. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു കുറച്ച് ഉപയോഗിക്കാൻ, ഞാൻ പറഞ്ഞു കുറച്ച് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് കാരണം 5 കൊല്ലമായി കേരളത്തിൽ ഓടിക്കൊണ്ടിരുന്നത്. അതെ ഞാൻ ഉപയോഗിക്കുന്നത് 3 കൊല്ലം. ഞാൻ ഉപയോഗിക്കുന്ന ബിസിനസ്സുകാരൊന്നും അല്ലേ, പക്ഷെ എന്റെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എന്റെ ആൾക്കാർ വന്ന് എന്റെ തോട്ടം വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെച്ച് തരാവോ എന്ന് ചോദിക്കാനോ കർഷകർക്ക് അറിവ് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിൽ ജോസേട്ടൻ ഉപയോഗിക്കാൻ തന്നെ കാരണമൊന്നുണ്ട്. 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നവരുടെ അനുഭവം കണ്ടതിന് ശേഷം ജോസേട്ടൻ അല്ലെ നേരിട്ട് പോയി 5 വർഷം മുമ്പ് 2 വർഷം അനുഭവം നേരിട്ട് കാണുകയൊക്കെ ചെയ്തതിന്റെ വിളിച്ചത്. ഇപ്പം 3 വർഷമായി ഞാൻ തന്നെ ഉണ്ടല്ലോ, മൊത്തത്തിൽ 5 വർഷമായില്ലേ ഞാൻ തന്നെ കൊടുത്ത ആൾക്കാരുടെ അനുഭവങ്ങളില്ലേ, വേറെ ആൾക്കാരെ പറയേണ്ട ആവശ്യമില്ല, അവർ തന്നെ വീഡിയോ വന്നിട്ടില്ലേ. പിന്നെ ഞാൻ മുഴുവൻ ചെയ്യാമെന്ന് പറയണം, ഞാൻ തന്നെ അല്ലല്ലോ, വേറെ 10-200-അധികം പേരുടെ വീഡിയോ, ആൾക്കാർ ഒരുപാട് പേരുടെ വീഡിയോ വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചെയ്യാൻ പറയേണ്ട കാര്യം ഇനിയില്ലല്ലോ, ആദ്യത്തെ അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പേര് നോക്കിയാണ് സമയം കളയാതെ അത്രയോടെ പോകും, സീസൺ പോകും. ആദ്യം തന്നെ മുഴുവൻ ഒഴിച്ചോളാൻ ഒരുപാട് പേരുടെ അനുഭവങ്ങളില്ല, ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ ഒരുപാട്. ഞാൻ നിങ്ങളുടെ അഡ്രസ് മേടിച്ചിട്ടില്ലേ ആദ്യം തന്നെ? അതെ നേരിട്ട് ജോസേട്ടൻ ഉപയോഗിക്കാനുണ്ടല്ലോ. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നവരുടെ, 2 വർഷം എന്ന് പറഞ്ഞാൽ 2021 മുതൽ ഉപയോഗിക്കുന്നവരുടെ തോട്ടത്തിൽ പോവുകയും കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷമാണ് ജോസേട്ടൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ 3 വർഷം തുടർച്ചയായിട്ട് പിന്നെ കാർഷിക സമ്മിശ്ര കർഷകനുള്ള മികച്ച കർഷകനുള്ള അവാർഡും അദ്ദേഹത്തിന് നേടാൻ വേണ്ടി പറ്റി. പിന്നെ ഗുഡ്നസ് TV, ഏഷ്യാനെറ്റിലെ കൃഷിമിത്രം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ തോട്ടം വന്ന് എടുക്കുകയും ഈ വളത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഏഷ്യാനെറ്റിലടക്കം പറയുന്നു. അത്രയ്ക്കും മാറ്റങ്ങളാണ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തോമസ് കുട്ടി സാറൊക്കെ ഇത് കർഷകരിലേക്ക് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പറയുമ്പോൾ RPSന്റെ റബ്ബർ കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട തോമസ് കുട്ടി സാറൊക്കെ ഇത് കർഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഗുണനിലവാരം എന്താണ് എന്നുള്ളത്. കാരണം അദ്ദേഹം സൂചിപ്പിച്ച് രാസവളമോ മറ്റു വളങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നതിന് ബദലായി നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ടും കൂടുതൽ ഈൽഡും ചിലവ് കുറഞ്ഞും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് മുന്നേറാം. നിരവധി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് കാണുക, കണ്ട് മനസ്സിലാക്കുക, ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഫോൺ നമ്പർ നമ്മുടെ 2 ആളുണ്ട്. നമ്മുടെ ജോസേട്ടനാണ് ഈ ഒരു മേഖലയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത്. ഇവിടെ ജോസേട്ടൻ നമ്പർ 85 90 88 57 56 എന്നാണ് ജോസേട്ടൻ നമ്പർ. എന്റെ നമ്പർ വരുന്നത് 85 47 66 66 22. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് കുട്ടി സാറിന്റെ നമ്പർ അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹത്തെ തോട്ടം കണ്ട് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിന് നമ്മളെ വിളിക്കാം, അദ്ദേഹത്തിന് വിളിക്കാം. സാറിന്റെ നമ്പർ ഒന്ന് 94 95 864 664 94 95 864 664 അല്ലെ? അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നമ്പർ വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവും. ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കൃഷിയുടെ അത്ഭുത ലോകത്തിലേക്ക് എല്ലാ വിളകൾക്കും ഫിറ്റായ ബയോഫിറ്റിന്റെ വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു സാർ. ഈ ഒരു മനസ്സിന് വളരെയധികം സ്നേഹം, നന്ദി. അതോടൊപ്പം ജോസാറിനുള്ള നന്ദി, കടപ്പാട്.
അതുപോലെ ഇവിടെ ഇല്ല നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയുണ്ട് നമ്മുടെ കൂടെ, ക്യാമറയ്ക്ക് പുറത്താണെങ്കിലും അവരോടുള്ള ആദര സൂചകം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.